കഥയാരംഭിക്കുന്നത് ഒരു ഗാർബേജ് ട്രക്ക് ഒരു പ്രീമിയം ഹൗസിംഗ് കോളനിയിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. പുറത്ത് ഗാർബേജ് ട്രക്കിന്റെ സൗണ്ട് കേട്ട് വീടിനകത്തുണ്ടായിരുന്ന ഒരു മധ്യവയസ്കൻ എഴുന്നേറ്റു. അയാൾ തന്റെ ഭാര്യയ്ക്കൊപ്പം ഉറങ്ങുകയായിരുന്നു. ഗാർബേജ് ട്രക്കായിരിക്കും എന്ന് ഭാര്യ പറഞ്ഞതും അയാൾ ഗാർബേജും എടുത്ത് പുറത്തേക്ക് വന്നു. മാലിന്യം മുഴുവൻ ട്രക്കിലേക്ക് എത്തിക്കാനായിരുന്നു അയാൾ പുറത്തേക്ക് വന്നത്. പക്ഷെ അയാൾ എത്തിയപ്പോഴോ ട്രക്കിൽ നിന്ന് ഇറങ്ങി വന്ന രണ്ട് വ്യക്തികൾ അയാളെ വെടിവെച്ചു കൊല്ലുകയാണ്. പ്രധാനമായും കൂക്ക് എന്ന വ്യക്തിയായിരുന്നു നിറയൊഴിച്ചത്. കഥ അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് തിരിയുന്നു. കൂക്ക് ഒരു കാർ ഷോറൂമിൽ വന്നിരിക്കുകയാണ്. ഒരു കാർ വാങ്ങണം എന്ന ഉദ്ദേശത്തോടെയായിരുന്നു അയാളുടെ വരവ്. കാഡിലാക്ക് എന്ന കാർ വാങ്ങണം എന്ന് പറഞ്ഞെത്തിയ കൂക്കിനോട് അവിടെ ഉണ്ടായിരുന്ന വ്യക്തി കാഡിലാക്കിനെ പറ്റി വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ കാറിനകത്ത് കയറിയ കൂക്ക് സെയിൽസ്മാൻ അതിന്റെ വിലവിവരം പറയുന്നതിന് മുമ്പേ കാർ എടുത്ത് ഓടിച്ചു പോകാനുള്ള ശ്രമം നടത്തി. സെയിൽസ്മാൻ വട്ടം വന്നതോടെ സെയിൽസ്മാനെയും ഇടിച്ചു തെറിപ്പിച്ചു കൊന്ന് കൂക്ക് കാർ ഓടിച്ചു പോവുകയാണ്. കഥ അവിടെ നിന്നും ഒരു പോർട്ടിലേക്ക് നീങ്ങുന്നു. ഒരാളെത്തി തന്റെ ബോട്ടിലേക്ക് കയറി ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോവാൻ തുടങ്ങുകയാണ്. ഇതേ സമയം പോർട്ടിലായി കൂക്കുണ്ടായിരുന്നു. കൂക്കിന്റെ കയ്യിൽ ഒരു റിമോട്ട് കൺട്രോളറും. നമ്മൾ വിചാരിച്ചത് തന്നെയായിരുന്നു അവിടെ സംഭവിച്ചതും. കൂക്ക് റിമോട്ടിലെ ബട്ടൺ അമർത്തിയപ്പോൾ ആ ബോട്ട് സ്ഫോടനത്തിനിരയായി. അതിലുള്ള വ്യക്തിയും കൊല്ലപ്പെട്ടു. കഥ അവിടെ നിന്നും അപ്സ്റ്റേറ്റ് കാലിഫോർണിയയിൽ താമസിക്കുന്ന ജോൺ മാട്രിക്സിലേക്ക് നീങ്ങുന്നു. സമാധാനപൂർവ്വം ആ ഗ്രാമപ്രദേശത്ത് ഉൾപ്രദേശത്ത് തന്റെ മകൾ ജെനിക്കൊപ്പം അയാൾ ജീവിച്ചു വരികയായിരുന്നു. മാട്രിക്സ് ഒരു മുൻകാല US ആർമി സ്പെഷ്യൽ ഫോഴ്സസ് കേണലായിരുന്നു. ഭാര്യയുടെ മരണശേഷം എല്ലാം വിട്ട് മകൾക്കൊപ്പം സമാധാനത്തോടെ അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പതിവ് പോലെ മാട്രിക്സ് ജെനിയെ സെൽഫ് ഡിഫൻസ് ടെക്നിക്കുകളൊക്കെ പരിശീലിപ്പിച്ചു. പക്ഷെ അവരുടെ സന്തോഷനാളുകൾ ഒരുപാട് നീണ്ടുനിന്നില്ല. ഒരു ദിവസം അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കെ അവരുടെ വീടിന്റെ ഭാഗത്തേക്ക് ഒരു ആർമി ഹെലികോപ്റ്റർ പറന്നു വരുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്താ അങ്ങനെ ഹെലികോപ്റ്റർ വരുന്നത്? അച്ഛനിനി എങ്ങോട്ടും പോവില്ലെന്ന് എനിക്ക് വാക്ക് തന്നതല്ലേ എന്ന് ജെനി ആ സമയം മാട്രിക്സിനോട് ചോദിക്കുന്നുണ്ട്. ആര് വന്നാലും താൻ എവിടെയും പോവില്ല എന്നായിരുന്നു മാട്രിക്സിന്റെ മറുപടി. യാത്രയ്ക്കൊടുവിൽ അവിടുത്തെ യാർഡിൽ ആ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തു. ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയത് മേജർ ജനറൽ ഫ്രാങ്ക്ലിൻ കിർബി ആയിരുന്നു. മാട്രിക്സിന്റെ മുൻകാല സീനിയർ ഓഫീസറാണ് അദ്ദേഹം. ജാക്സൺ എന്നും ഹാരിസ് എന്നും പേരുള്ള രണ്ട് പട്ടാള ഉദ്യോഗസ്ഥർക്കൊപ്പമായിരുന്നു അദ്ദേഹം എത്തിച്ചേർന്നത്. കിർബി ഹാരിസിനോടും ജാക്സനോടും വീടും പരിസരവും സെക്യൂർഡാക്കാൻ പറഞ്ഞു. പിന്നാലെ നേരെ നടന്നു ചെന്ന് മാട്രിക്സിനെ കണ്ടു. പിന്നാലെ തന്റെ പെട്ടെന്നുള്ള വരവിനെപ്പറ്റി കിർബി വിശദീകരിച്ചു. കഥയുടെ ആരംഭത്തിൽ 3 പേർ കൊല്ലപ്പെട്ടിരുന്നല്ലോ. അവർ മാട്രിക്സിനൊപ്പം മുമ്പ് ജോലി നോക്കിയിരുന്ന മാട്രിക്സിന്റെ ടീമിലുണ്ടായിരുന്ന വ്യക്തികളായിരുന്നു. ലോസൻ, ഫോറസ്റ്റൽ, ബെനറ്റ് എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ. അവർ കൊല്ലപ്പെട്ടതുകൊണ്ട് ഏതോ ശത്രുക്കൾ അവരുടെ ടീമിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്ന് US മിലിറ്ററി വിലയിരുത്തിയിരുന്നു. നിലവിൽ ടീമിൽ ബാക്കിയായിട്ടുള്ളത് മാട്രിക്സ് മാത്രമാണ്. അതുകൊണ്ട് മാട്രിക്സിന് സുരക്ഷ നൽകാനായിരുന്നു 2 പട്ടാളക്കാരുമായി കിർബി എത്തിച്ചേർന്നിരുന്നത്. മാട്രിക്സും സംഘവും നടത്തിയ പ്രധാന മിഷന് ശേഷം അവർക്ക് രഹസ്യ ഐഡന്റിറ്റി കൊടുത്ത് അവരെ ഒളിച്ച് താമസിപ്പിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അവരുടെ ഐഡന്റിറ്റികൾ എങ്ങനെയോ ശത്രുക്കൾക്ക് ലീക്കായിട്ടുണ്ട് എന്ന് സംശയിക്കുന്നതായി കിർബി അഭിപ്രായപ്പെട്ടു. നിരവധി രാജ്യങ്ങളിൽ അവർക്കൊരുപാട് ശത്രുക്കൾ ഉള്ളതുകൊണ്ട് തന്നെ ആരാണിപ്പോൾ അവരെ എതിരിടുന്ന ശത്രുക്കളെന്ന് ഒറ്റയടിക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടില്ല എന്നും കിർബി വ്യക്തമാക്കി. മാട്രിക്സിനോട് കൂടുതൽ സൂക്ഷിക്കണം എന്നും വാൺ ചെയ്തായിരുന്നു കിർബി അന്ന് അവിടെ നിന്നും മടങ്ങിയത്. ശത്രുക്കളെ കണ്ടെത്തുന്നവരേക്കും ഹാരിസിനെയും ജാക്സനെയും കാവൽ നിർത്തുന്നുണ്ട് എന്നും കിർബി അറിയിച്ചിരുന്നു. കിർബിയുടെ ഹെലികോപ്റ്റർ പറന്നുയർന്നതിന് പിന്നാലെ അവിടെ ചെടികൾക്കുള്ളിൽ മറഞ്ഞിരിക്കുകയായിരുന്ന ഒരു ഗൺമാൻ ചാടി വീണു. പിന്നാലെ മാട്രിക്സിനെയും മറ്റും ലക്ഷ്യമാക്കി വെടിയുതിർക്കാൻ ആരംഭിച്ചു. വളരെ വേഗത്തിൽ ജെനിയെടുത്ത് മാട്രിക്സ് വീടിനകത്തേക്ക് കയറി. ജെനിയോട് എവിടെങ്കിലും പോയി മറിഞ്ഞിരിക്കാൻ ആവശ്യപ്പെട്ടു. ആ വെടിയുതിർക്കലിൽ ഹാരിസ് കൊല്ലപ്പെട്ടിരുന്നു. ജാക്സൺ ഒരു തരത്തിൽ തോളത്ത് വെടിയേറ്റെങ്കിലും വീടിനകത്തേക്ക് കയറിപ്പറ്റി. ജെനി കട്ടിലിനടിയിൽ കയറി ഒളിച്ചു. ഈ അവസരത്തിൽ തന്റെ വെയർഹൌസിലേക്ക് ഓടിയ മാട്രിക്സ് ആകട്ടെ അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്ന തന്റെ ആയുധങ്ങൾ എടുത്തു. അവിടെ നിന്നും മാട്രിക്സ് തിരികെയെത്തി ഡോർ തുറന്നപ്പോ കണ്ടത് കൊല്ലപ്പെട്ട് വീഴുന്ന ജാക്സനെയായിരുന്നു. വീടിനകത്തേക്ക് തോക്കുമായി മാട്രിക്സ് കയറി ചെന്നു. അവിടെ മാട്രിക്സിനെ കാത്തിരിക്കുന്നു എന്ന മട്ടിൽ ഒരാളുണ്ടായിരുന്നു. ജെനി സുരക്ഷിതയാണെന്നും പക്ഷേ ജെനിയുടെ ജീവന്റെ സുരക്ഷ മാട്രിക്സിന്റെ കയ്യിലാണ് എന്നും അയാൾ പറഞ്ഞു. ജെനിയുടെ ജീവൻ തിരികെ വേണമെങ്കിൽ തങ്ങൾ പറയുന്ന പോലെ മാട്രിക്സ് അനുസരിക്കണം, തങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യണം എന്നും അയാൾ പറഞ്ഞു. ഈ സമയം പുറത്ത് ജെനിയെ തട്ടിക്കൊണ്ടുപോകുന്ന 2 കാറുകൾ മാട്രിക്സ് കണ്ടിരുന്നു. തന്നോട് വിലപേശാൻ വന്ന ആ വ്യക്തിയെ ആ നിമിഷം തന്നെ മാട്രിക്സ് വെടിവെച്ചു കൊന്നു. പുറത്തേക്കിറങ്ങിയ മാട്രിക്സ് ജെനിയെ തട്ടിക്കൊണ്ടുപോകുന്ന കാറുകളെ ചേസ് ചെയ്യാൻ
രക്ഷപ്പെടാൻ തീരുമാനിച്ചു. പക്ഷേ അവന്റെ കാർ സ്റ്റാർട്ടാവാത്ത വിധത്തിൽ ശത്രുക്കൾ പണിയൊപ്പിച്ചു വെച്ചിരുന്നു. മാട്രിക്സ് അവിടെ നിന്നില്ല. കാർ തള്ളി മലഞ്ചെരിവിലേക്ക് നീക്കി. ശേഷം മലഞ്ചെരിവിലൂടെ ഓടിച്ചു വന്ന് 2 കാറുകൾക്കും വട്ടം വയ്ക്കാൻ മാട്രിക്സിന് കഴിഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ മാട്രിക്സിന് എന്തെങ്കിലും പ്രവർത്തിക്കാൻ സാധിക്കുന്നതിനു മുമ്പേ മാട്രിക്സ് ബന്ദിയാക്കപ്പെട്ടിരുന്നു. പക്ഷേ മാട്രിക്സിനെ ഞെട്ടിച്ചത് കാറിൽ നിന്നിറങ്ങി വന്ന് മാട്രിക്സിന് നേരെ തോക്ക് ചൂണ്ടിയ ആ വ്യക്തിയായിരുന്നു. അത് എല്ലാവരും കൊല്ലപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്ന മാട്രിക്സിന്റെ മുൻ ടീമംഗം ബെനറ്റ് ആയിരുന്നു. ബെനറ്റ് യാഥാർത്ഥ്യത്തിൽ കൊല്ലപ്പെട്ടിരുന്നില്ല. ബോട്ട് സ്ഫോടനത്തിൽ താൻ കൊല്ലപ്പെട്ടുവെന്ന് വരുത്തി തീർത്ത് ശത്രുക്കളുടെ കൂടെ കൂടിയിരിക്കുകയായിരുന്നു. ബെനറ്റിന് പണ്ട് തൊട്ടേ മാട്രിക്സിനോട് വൈരാഗ്യമുണ്ടായിരുന്നു. ടീമിലുണ്ടായിരിക്കുമ്പോൾ ഒരുപാട് വയലൻസ് ഒക്കെ പ്രവർത്തിച്ചതിന്റെ പേരിൽ അയാളെ പുറത്താക്കിയത് മാട്രിക്സ് ആയിരുന്നു. അതിന്റെ ഗ്രഡ്ജായിരുന്നു മാട്രിക്സിനെതിരെ അയാളിൽ ഉണ്ടായിരുന്നത്. പിന്നാലെ അവർ മാട്രിക്സിനെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാക്കി അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. കണ്ണു തുറക്കുമ്പോൾ മാട്രിക്സ് ഒരു ടേബിളിലായിരുന്നു. ചുറ്റിലും ശത്രുക്കളായ ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ ഏരിയസിനെ മാട്രിക്സ് നോക്കിക്കണ്ടു. ഏരിയസ് ആണ് ഈ പ്രവൃത്തികൾക്ക് പിന്നിലെന്ന് ആ നിമിഷം മാട്രിക്സിന് മനസ്സിലായി. ഏരിയസ് ഒരു മുൻകാല സൗത്ത് അമേരിക്കൻ ഡിക്റ്റേറ്റർ ആയിരുന്നു. ഏകാധിപതി. അയാളുടെ ഭരണത്തെ അട്ടിമറിച്ച് അയാളുടെ നാടായ വാൽവേർഡേക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് മാട്രിക്സ് ആയിരുന്നു. അവിടുത്തെ പ്രസിഡന്റുമായൊക്കെ അതുകൊണ്ട് തന്നെ മാട്രിക്സിന് അത്യാവശ്യം അടുപ്പമുണ്ട്. തന്നെ അന്ന് എതിരിട്ട് പുറത്താക്കിയതിനുള്ള ശത്രുതയായിരുന്നു ഏരിയസിനുണ്ടായത്. ഏരിയസ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് മാട്രിക്സിനടുക്കൽ വാൽവേർഡേയുടെ പ്രസിഡന്റുമായി മാട്രിക്സിന് അടുപ്പമുള്ളതുകൊണ്ട് അയാളെ തനിക്ക് വേണ്ടി കൊന്നു തള്ളണമെന്നാണ്. ഇല്ലെങ്കിൽ ജനിയെ താൻ വകവരുത്തുമെന്നും. വാൽവേർഡേയുടെ പ്രസിഡന്റ് ഇല്ലാതായാൽ അവിടെ ഒരു പട്ടാള ഭരണം ആരംഭിക്കാനായിരുന്നു ഏരിയസ് ലക്ഷ്യമിട്ടിരുന്നത്. ജെനിയുടെ ജീവൻ അപകടത്തിലാവുമെന്നുള്ളതുകൊണ്ട് മറ്റു വഴിയില്ലാതെ ഏരിയസ് പറഞ്ഞ കാര്യത്തിന് മാട്രിക്സ് സമ്മതിച്ചു. മാട്രിക്സിനെ വൈകാതെ വാൽവേർഡയിലേക്ക് പോകുവാൻ എയർപോർട്ടിലേക്ക് ഏരിയസ് പറഞ്ഞയച്ചു. കൂട്ടത്തിൽ ഏരിയസിന്റെ 2 ബോഡി ഗാർഡും ഉണ്ടായിരുന്നു. സുള്ളി എന്നും ഹെൻഡ്രിക്സ് എന്നുമായിരുന്നു അവരുടെ പേരുകൾ. എയർപോർട്ടിൽ നിന്ന് വിമാനം കയറി മാട്രിക്സും ഹെൻഡ്രിക്സും പുറപ്പെടുന്ന കാര്യം സുള്ളി ഉറപ്പുവരുത്തും. ഹെൻഡ്രിക്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് മാട്രിക്സ് സുരക്ഷിതമായി വാൽവേർഡയിലെ എയർപോർട്ടിലിറങ്ങി മിഷനായി പുറപ്പെടുന്നു എന്നത് ഉറപ്പിക്കലാണ്. എയർപോർട്ടിൽ ഇറക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഡ്രോപ്പ് ചെയ്ത ബെനറ്റ് വളരെ ഗൗരവത്തോടെ മാട്രിക്സിനോടൊരു കാര്യം പറഞ്ഞു. നിന്റെ കൂടെ അയക്കുന്ന ബോഡി ഗാർഡുകൾ പറഞ്ഞ പോലെ ചെയ്തേക്കണം, ഇല്ലെങ്കിൽ ജനിയെ ഞങ്ങൾ കൊന്നുകളയും. ബെനറ്റിന് ഏരിയസ് നല്ലൊരു തുക വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം അവിടെ വെച്ചൊക്കെ വ്യക്തമാകുന്നുണ്ടായിരുന്നു. ബെനറ്റിനെതിരെ വലിയ തോതിൽ ദേഷ്യം മാട്രിക്സിന് തോന്നിയെങ്കിലും അപ്പോൾ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവൻ. അങ്ങനെ വിമാനത്തിലേക്ക് മാട്രിക്സും ഹെൻഡ്രിക്സും എത്തി. സീറ്റിലിരുന്നതും എയർ ഹോസ്റ്റസിന്റെ അടുത്തു നിന്നും പുതപ്പം തലയണയും അവൻ ചോദിച്ചു വാങ്ങി. പിന്നെ ഒട്ടും മടിച്ചില്ല. ഹെൻഡ്രിക്സിനെ തന്റെ കരുത്തുകൊണ്ട് അവൻ ഇരുന്നിരിപ്പിൽ കൊലപ്പെടുത്തി. പിന്നീട് ഹെൻഡ്രിക് ഉറങ്ങുകയാണ് എന്ന തരത്തിൽ ഹെൻഡ്രിക്കിനെ ഇരുത്തി വിമാനത്തിൽ നിന്നും കാർഗോ വഴിയിലൂടെ അയാൾ പുറത്തു കടന്നു. പുറത്തിറങ്ങിയതും എങ്ങനെ സുള്ളിയുടെ കണ്ണിൽപ്പെടാതെ പുറത്തു ചാടണം എന്ന കാര്യത്തിൽ മാട്രിക്സ് ഉറപ്പുവരുത്തിയിരുന്നു. അങ്ങനെ സുരക്ഷിതമായി മാട്രിക്സ് വെളിയിലെത്തി. ഇതേസമയം സുള്ളിയാകട്ടെ വിമാനം ഉയരുന്നത് കണ്ട് ഹെൻഡ്രിക്കും മാട്രിക്സും അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തുകയും ചെയ്തു. സുരക്ഷിതമായി പുറത്തിറങ്ങിയിരുന്ന മാട്രിക്സ് തന്റെ വാച്ചിൽ നോക്കി. ഇനിയുള്ളത് 11 മണിക്കൂറുകളാണ്. 11 മണിക്കൂറിൽ വിമാനം യാത്ര ചെയ്ത് വാൽവേർഡയിൽ എത്തിച്ചേരും. അവിടെ എത്തുമ്പോൾ താൻ വിമാനത്തിലില്ല എന്ന കാര്യം ഏരിയസിന്റെ ആളുകൾ അറിയും. അതിനു മുമ്പ് ജനിയെ തനിക്ക് രക്ഷപ്പെടുത്തണം. ഇതേസമയം സുള്ളിയിൽ നിന്ന് മാട്രിക്സ് മിഷനുമായി സഹകരിച്ച് പുറപ്പെട്ടു കഴിഞ്ഞു എന്ന വിവരം ഏരിയസിനും ബെനറ്റിനും വന്നെത്തിയിരുന്നു. അവർ ജനിയെയും കൂട്ടിക്കൊണ്ട് ഒരു തീരത്തേക്കെത്തി. ഇതേസമയം എയർപോർട്ടിനകത്ത് സുള്ളി ഒരു പെണ്ണിനോട് ചെറുതായി ഫ്ലേട്ട് ചെയ്യുന്നതൊക്കെ മാട്രിക്സ് ശ്രദ്ധിച്ചിരുന്നു. സുള്ളിയെ അവഗണിച്ച് അവൾ മുമ്പോട്ട് പോയി തന്റെ കാർ എടുത്തു. ആ ലേഡിക്ക് പിന്നാലെ പോയ മാട്രിക്സ് ആ ലേഡിയെ ബന്ദിയാക്കി കാറെടുത്ത് സുള്ളി പോകുന്ന കാറിന് പിന്നാലെ പോവാൻ പറഞ്ഞു. സുള്ളി പോയത് ഒരു ഷോപ്പിംഗ് സെന്ററിലേക്കായിരുന്നു. എയർ ഹോസ്റ്റസ് ആയ ആ ലേഡിക്കൊപ്പം സുള്ളിയെ പിന്തുടർന്ന് മാട്രിക്സും ആ ലേഡിയും ഷോപ്പിംഗ് സെന്ററിലെത്തി. എയർ ഹോസ്റ്റസ് ആയ ആ ലേഡിയോട് മാട്രിക്സ് സംസാരിച്ചു. തന്റെ മകൾ ജെനി അവരുടെ കസ്റ്റഡിയിലാണെന്നും ജെനിയെ രക്ഷപ്പെടുത്താൻ തന്നെ ഒന്ന് സഹായിക്കാമോ എന്നും തിരക്കി. സിൻഡി എന്നായിരുന്നു ആ ലേഡിയുടെ പേര്. സുള്ളിയെ എങ്ങനെയെങ്കിലും വശീകരിച്ച് തന്റെ അരികിലേക്ക് എത്തിക്കാമോ എന്ന് മാട്രിക്സ് ചോദിച്ചതും സിൻഡി ചിന്തിച്ചത് ഇയാൾക്ക് ഭ്രാന്താണെന്ന മട്ടിലായിരുന്നു. 10 മണിക്കൂറിനകം എന്തെങ്കിലും പ്രവർത്തിച്ചില്ലെങ്കിൽ
ചെയ്തില്ലെങ്കിൽ ജെനി കൊല്ലപ്പെടും എന്നൊക്കെ മാട്രിക്സ് പറഞ്ഞപ്പോ മനസ്സില്ലാ മനസ്സോടെ മാട്രിക്സിന്റെ കൂടെ നിന്ന് സഹായിക്കാൻ സിൻഡി തയ്യാറായി. സുള്ളിയെ വിളിക്കാനെന്ന മട്ടിൽ മാട്രിക്സിന് അടുത്തുനിന്ന് സിൻഡി നടന്നു നീങ്ങി. പക്ഷെ അവൾ നേരെ പോയത് അവിടുത്തെ പോലീസ് ഗാർഡുകളുടെ അടുത്തേക്കായിരുന്നു. മാട്രിക്സ് തന്നെ തട്ടിക്കൊണ്ടുപോകുന്നതാണ് എന്ന മട്ടിൽ ആ ഗാർഡുകളോട് അവൾ പറഞ്ഞു. ഇതേ സമയം സുള്ളിയാകട്ടെ സിൻഡിയെ അവിടെ റെസ്റ്റോറന്റിൽ നിൽക്കുന്നത് കണ്ടിരുന്നു. സുള്ളി സിൻഡിയെ സമീപിക്കാൻ തുടങ്ങി. ഇതേ സമയം മറുവശത്ത് സെക്യൂരിറ്റി ഓഫീസേഴ്സ് മാട്രിക്സിനെ പിടികൂടുവാൻ മാട്രിക്സിന്റെ അടുത്തേക്ക് എത്തി. താൻ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് കണ്ടതും മാട്രിക്സ് ആ പോലീസ് ഗാർഡുകളെ തല്ലി. ഇത് സുള്ളി ശ്രദ്ധിച്ചിരുന്നു. അവിടെ മാട്രിക്സിനെ കണ്ടതും ഒരു ഫോൺ ബൂത്തിലേക്ക് കയറി സുള്ളി അക്കാര്യങ്ങൾ ബെനറ്റിനെ വിളിച്ച് അറിയിക്കാൻ ശ്രമിച്ചു. അത് മാട്രിക്സ് നോക്കിക്കണ്ടിരുന്നു. മാട്രിക്സ് ഓടിയെത്തി ബൂത്ത് ഇടിച്ചിട്ടു. ബെനറ്റിനെ വിളിക്കാനുള്ള അവസരം സുള്ളിക്ക് നഷ്ടപ്പെടുത്തി. പിന്നെ പറയണ്ടല്ലോ, അവിടെ ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ പറ്റാത്തതായിരുന്നു. ഇതേ സമയം അവിടെ സുള്ളിയുമായി ബിസിനസ് സംസാരിക്കാൻ എത്തിയിരുന്ന തോക്ക് കൈവശമുണ്ടായിരുന്ന വ്യക്തി വെടിയുതിർത്ത് കൂടുതൽ പ്രശ്നം അവിടെ ഉണ്ടാക്കാനും ആരംഭിച്ചു. ഇതൊക്കെ കണ്ടതും മാട്രിക്സ് പറഞ്ഞതത്രയും സത്യമാണ് എന്ന് സിൻഡി തിരിച്ചറിയുകയായിരുന്നു. മാട്രിക്സ് ഒരു വട്ടനല്ല എന്നും അവൾ സ്വയം മനസ്സിലാക്കി. അതോടെ മാട്രിക്സിനെ സഹായിക്കാൻ അവൾ തീരുമാനിച്ചു. സുള്ളിയാകട്ടെ മാട്രിക്സിന്റെ പിടിയിൽപ്പെടാതെ കാറെടുത്ത് രക്ഷപ്പെട്ടു പോവാൻ നോക്കുകയായിരുന്നു. മാട്രിക്സും കാറെടുത്ത് സുള്ളിക്ക് പിന്നാലെ പാഞ്ഞു. പിന്നെ അവിടെ അരങ്ങേറിയത് വളരെ വലിയൊരു ചേസിംഗ് ആയിരുന്നു. ഏറ്റവും ഒടുവിൽ സുള്ളിയുടെ കാറിലേക്ക് ഇടിച്ചു കയറി മാട്രിക്സ് സുള്ളിയെ കീഴ്പ്പെടുത്തി. സുള്ളി താമസിക്കുന്ന മോട്ടലിന്റെ താക്കോൽ മാട്രിക്സിന്റെ കയ്യിൽ കിട്ടുന്നുണ്ട്. സുള്ളിയെ പിടികൂടി ജെനിയുടെ ലൊക്കേഷൻ മാട്രിക്സ് ചോദിച്ചെങ്കിലും ഒന്നും വിട്ടുപറയാൻ സുള്ളി ഒരുക്കമായിരുന്നില്ല. ഒടുവിലൊരു മലഞ്ചെരുവിൽ നിന്ന് താഴേക്കിട്ട് സുള്ളിയെ മാട്രിക്സ് വകവരുത്തി കളഞ്ഞു. ജെനിയെപ്പറ്റി കൂടുതൽ വിവരം എന്തെങ്കിലും കിട്ടും എന്ന പ്രതീക്ഷയിൽ അവിടെ നിന്നും മാട്രിക്സ് സുള്ളി താമസിച്ച ആ ഹോട്ടൽ റൂമിലേക്ക് പോവുകയാണ്. സിൻഡിയും മാട്രിക്സിന്റെ ഒപ്പമുണ്ടായിരുന്നു. സിൻഡിക്കടുത്ത് മാട്രിക്സ് പറഞ്ഞു, നീ റൂം സർവീസിനെ പോലെ പെരുമാറി ആ റൂമിലേക്ക് എത്തണം. നിന്റെ കൂടെ ഞാനും വരാം. അങ്ങനെ അവർ റൂമിലേക്ക് കടന്നു. ആ സമയമായിരുന്നു അങ്ങോട്ടേക്ക് സുള്ളിക്കൊപ്പമുണ്ടായിരുന്ന ഏരിയസിന്റെ ആളായ കൂക്ക് വന്നെത്തുന്നത്. ആദ്യഘട്ടത്തിൽ മാട്രിക്സിന്റെ ടീംമേറ്റ്സിനെ മുഴുവൻ കൊലപ്പെടുത്തിയ അതേ വ്യക്തി തന്നെയായിരുന്നു കൂക്ക്. കൂക്കും മാട്രിക്സും തമ്മിൽ അവിടെ വെച്ച് ശക്തമായൊരു ഫൈറ്റ് അരങ്ങേറി. കൂക്കിനെ ശക്തമായി മർദ്ദിച്ച് ജെനി എവിടെയെന്നൊക്കെ ചോദിച്ചെങ്കിലും കൂക്ക് എന്തെങ്കിലും പറയുന്നതിനു മുമ്പേ അയാൾ കൊല്ലപ്പെട്ടിരുന്നു. അതോടെ ഇനി എന്തു ചെയ്യും എന്ന തരത്തിൽ മാട്രിക്സും സിൻഡിയും പ്രതിസന്ധിയിലായി. എന്തായാലും അവിടെ നിന്ന് പുറത്തു കടക്കാനും കൂക്കിന്റെ കാർ പരിശോധിക്കാനും അവർ തീരുമാനിച്ചു. കൂക്കിന്റെ കാർ പരിശോധിച്ചപ്പോ ഒരു പ്രൈവറ്റ് പ്ലെയിനിൽ ഗ്യാസലിൻ വാങ്ങാൻ ഉപയോഗിച്ച ബില്ല് സിൻഡി കണ്ടെടുത്തു. അതോടെ അവർ ആ ബില്ല് അഡ്രസ്സിലേക്ക് പോയി. അത് വളരെ വലിയ ഒരു വെയർഹൌസ് ആയിരുന്നു. ഏരിയസിന്റെ കീഴിലുള്ളതാണത് എന്ന് വളരെ പെട്ടെന്ന് തന്നെ മാട്രിക്സ് തിരിച്ചറിഞ്ഞു. ഏരിയസ് തന്റെ ആളുകൾക്കായി ആയുധങ്ങളും മറ്റും സ്റ്റോർ ചെയ്തിരുന്ന വളരെ വലിയൊരു കോർപ്പറേറ്റ് സ്റ്റോർ പോലെ അത് കാണപ്പെട്ടിരുന്നു. ആ ഇടത്തെത്തി പരിശോധന നടത്തിയപ്പോ അവിടുള്ള ചില മാപ്പുകൾ അവർ കണ്ടു. മാപ്പ് പരിശോധിച്ചപ്പോ വിജനമായ ഒരു ഐലൻഡ് മാപ്പിൽ അവർ കണ്ടെത്തുകയാണ്. ഫോട്ടോഗ്രാഫ്സിൽ നിന്നും അവർ ഉപയോഗിച്ച സീപ്ലെയിനിന്റെ ദൃശ്യങ്ങളും മറ്റും അവർ മനസ്സിലാക്കി. ജെനി മിക്കവാറും ഏരിയസിന്റെ രഹസ്യ കേന്ദ്രമായ ആ ഐലൻഡിലേക്കായിരിക്കും കൊണ്ടുപോകപ്പെട്ടിട്ടുണ്ടാവുക എന്നവർ വിലയിരുത്തി. എയർ ഹോസ്റ്റസ് ആയ സിൻഡിക്ക് അങ്ങോട്ടേക്ക് പ്ലെയിനിൽ പറന്നെത്താൻ ഏറ്റവും കുറഞ്ഞത് 2 മണിക്കൂർ സമയമെടുക്കും എന്നറിയാമായിരുന്നു. അവളത് മാട്രിക്സിനടുക്കൽ പറഞ്ഞു. പിന്നാലെ അവർ ആവശ്യമുള്ള ആയുധങ്ങളും അടുത്തുള്ളൊരു സർപ്ലസ് സ്റ്റോറിൽ കയറി അവിടെ നിന്നും കരസ്ഥമാക്കി. റോക്കറ്റ് ലോഞ്ചർ അടക്കം മാട്രിക്സ് എടുത്തിരുന്നു. പക്ഷേ മാട്രിക്സ് പുറത്തേക്ക് വന്നപ്പോ പോലീസ് അങ്ങോട്ടേക്ക് എത്തി. മാട്രിക്സ് അവിടെ വെച്ച് പോലീസിന്റെ കസ്റ്റഡിയിലകപ്പെടുകയാണ്. മാട്രിക്സിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാൻ തുടങ്ങി. സിൻഡിക്ക് എന്ത് ചെയ്യണം എന്നാദ്യം ഒരു പിടുത്തവും കിട്ടിയില്ല. ഒടുവിൽ സിൻഡി ഉണർന്നു പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഏരിയസിന്റെ ആളുകളാണ് ആ പോലീസുകാർ എന്ന് മനസ്സിലാക്കിയ സിൻഡി പോലീസ് ട്രക്കിന് റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിച്ച് വെടിയുതിർത്തു. ട്രക്ക് അപകടത്തിൽപ്പെട്ടതും അതിൽ നിന്നും സുരക്ഷിതമായി മാട്രിക്സ് പുറത്തേക്കിറങ്ങുകയാണ്. ഇതേസമയം ബെനറ്റും ഏരിയസുമാണെങ്കിൽ ഐലൻഡിൽ സമാധാനത്തിലിരിക്കുകയായിരുന്നു. നടക്കുന്നതൊന്നും അവർ അറിഞ്ഞിട്ടില്ല. മാട്രിക്സ് മിഷൻ കംപ്ലീറ്റ് ചെയ്യുമെന്നും അധികാരം തങ്ങളിലേക്കെത്തും എന്നുമുള്ള പ്രതീക്ഷയിലായിരുന്നു ഏരിയസ്. മുറിയിൽ പൂട്ടിയിട്ടിരുന്ന ജെനിയാകട്ടെ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം ആരംഭിച്ചു. സിൻഡിക്കൊപ്പം ഹാർബറിലേക്ക് എത്തിച്ചേർന്ന മാട്രിക്സ് അവിടുള്ള ഗാർഡുകളെ ഇടിച്ചിട്ട് ഏരിയസിന്റെ തന്നെ സീപ്ലെയിൻ എടുത്തു. ഗാർഡുകൾ വെടിയുതിർത്ത് ആക്രമിക്കാൻ എത്തിയെങ്കിലും മാട്രിക്സ് അവരെ വെടിവെച്ചു കൊന്നു. ഇതേസമയം കിർബി നടന്ന സംഭവങ്ങളെപ്പറ്റി വിവരമറിഞ്ഞിരുന്നു. പോലീസിനോടും പട്ടാളത്തോടും ആവശ്യമായ തിരച്ചിലുകൾ നടത്താനും സംഗതി എന്താണെന്ന് അന്വേഷിക്കാനും കിർബി ഉത്തരവിട്ടു. മാട്രിക്സ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കിർബിക്ക് ഏകദേശ രൂപമുണ്ടായിരുന്നു. വിമാനത്തിൽ യാത്ര ചെയ്ത് സിൻഡി
സിൻഡിയുടെ സഹായത്തോടെ മാട്രിക്സ് ഐലൻഡിലേക്ക് എത്തിച്ചേരുകയാണ്. ഇതേസമയം ജെനിയാകട്ടെ ഒരു തരത്തിൽ അവിടുത്തെ ഒരു വിൻഡോ വഴി പുറത്ത് കടന്നിരുന്നു. ബെനറ്റും ഏരിയസും തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. മാട്രിക്സ് എല്ലാം കഴിഞ്ഞെത്തിയാലുണ്ടാകുന്ന അപകടത്തെപ്പറ്റി ബെനറ്റ് ഏരിയസിനോട് പറഞ്ഞു. ബെനറ്റിന് മാട്രിക്സിന് ഭയമാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്നായിരുന്നു ബെനറ്റിന്റെ മറുപടി. മാട്രിക്സ് ഐലൻഡിൽ എത്തിച്ചേർന്ന അതേ സമയത്ത് മാട്രിക്സ് വാൽവേർഡയിലേക്ക് കയറിയിരിക്കുന്നു എന്ന് ഏരിയസും മറ്റും ചിന്തിച്ചിരുന്ന വിമാനവും അവിടെ ലാൻഡ് ചെയ്തിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഏരിയസിന്റെ ആളുകൾ മാട്രിക്സ് എത്തിയിട്ടില്ലെന്നും ബോഡിഗാർഡ് കൊല്ലപ്പെട്ടു എന്ന കാര്യവും മനസ്സിലാക്കി അത് ഏരിയസിനെ റിപ്പോർട്ട് ചെയ്തു. മറുവശത്ത് മേജർ ജനറൽ ഫ്രാങ്ക്ലിൻ കിർബിക്ക് തങ്ങളുടെ ഈ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ സിൻഡിയോട് പറഞ്ഞ ശേഷം ആയുധങ്ങളുമെടുത്ത് മാട്രിക് ഏരിയസ് വില്ല ലക്ഷ്യമാക്കി കുതിച്ചു. മാട്രിക്സ് തങ്ങൾ പറഞ്ഞ മിഷനിൽ പോയിട്ടില്ല എന്നറിഞ്ഞതും ഏരിയസ് ജെനിയെ കൊലപ്പെടുത്താൻ ബെനറ്റിനോട് ഉത്തരവിടുകയാണ്. ബെനറ്റ് അതിന് തയ്യാറെടുത്ത് ജെനിയുടെ മുറിയിലേക്ക് ചെന്നു. പക്ഷേ അവിടുത്തെ വിൻഡോ വഴി ജെനി രക്ഷപ്പെട്ടു പോയതായിരുന്നു ബെനറ്റിന് കാണാൻ സാധിച്ചത്. അപ്പോഴേക്കും മാട്രിക്സ് അങ്ങോട്ടേക്കെത്തി ആക്രമണം ആരംഭിച്ചിരുന്നു. പിന്നെ അവിടെ നടന്നത് നീണ്ട ഒരു പോരാട്ടം തന്നെയായിരുന്നു. മാട്രിക്സിന്റെ മുഴുവൻ കഴിവുകളും പുറത്തു വരുന്ന തരത്തിലുള്ള ശക്തമായ പോരാട്ടം. ഏരിയസിന്റെ ഗാർഡുകളെ മുഴുവൻ മാട്രിക്സ് കൊന്നൊടുക്കി. ഒരു ഘട്ടത്തിൽ ഏരിയസിനെയും മാട്രിക്സ് വെടിവെച്ചു കൊന്നു. ഒടുവിൽ ജെനിയെ ബന്ദിയാക്കിയ ബെനറ്റുമായി ഒരു കയ്യാങ്കളിക്ക് മാട്രിക്സ് മുതിരുകയാണ്. അവർ തമ്മിൽ ശക്തമായ ഫൈറ്റ് നടന്നു. ഫൈറ്റിനൊടുവിൽ ബെനറ്റിനെയും കൊന്നുതള്ളി ജെനിയെ മാട്രിക്സ് സുരക്ഷിതയാക്കുകയാണ്. ജെനിയെ രക്ഷപ്പെടുത്തി മാട്രിക്സ് പുറത്തേക്ക് വരുമ്പോഴേക്കും സിൻഡി മുഖേന വിവരം ലഭിച്ച മേജർ ജനറൽ ഫ്രാങ്ക്ലിൻ കിർബി തന്റെ പട്ടാള സന്നാഹവുമായി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. എല്ലാം അവസാനിച്ചെന്നും എല്ലാം താൻ തീർത്തിട്ടുണ്ടെന്നും മാട്രിക്സ് കിർബിക്ക് അടുത്ത് പറഞ്ഞു. കിർബി മാട്രിക്സിനെ വീണ്ടും പട്ടാളത്തിലേക്ക് ക്ഷണിച്ചു. പുതിയൊരു യൂണിറ്റ് ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ താൻ ഇനി ഒന്നിലേക്കും ഇല്ലെന്നും മകളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞ് അതിൽ നിന്നൊഴിഞ്ഞ മാട്രിക്സ് സിൻഡിയുള്ള സീപ്ലെയിൻ ലക്ഷ്യമാക്കി നടന്നു. കിർബി അത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.